ഈ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ആൾട്ടിറ്റ്യൂഡ് എത്രയാണെന്നറിയോ? 4200 മീറ്റേഴ്സ് അഥവാ 14,000 ഫീറ്റ്. കാര്യമായിട്ട് ഒരു പ്ലാനും ഇല്ലാണ്ട് വന്നതുകൊണ്ട് തന്നെ നമ്മളെ കയ്യിൽ മര്യാദയ്ക്ക് ജാക്കറ്റ് പോലും ഉണ്ടായിരുന്നില്ല. സമയം കൂടുന്തോറും നല്ല തണുപ്പും നല്ല സ്നോ ഒക്കെ ഉണ്ടായി. ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ ഏകദേശം 6 മണി ആയിട്ടുണ്ടായിട്ടുള്ളൂ. പക്ഷെ നല്ല ഇരുട്ടാവാൻ തുടങ്ങി. രാത്രി നല്ല തണുപ്പായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് ഒക്കെ കണ്ടിട്ടുണ്ടായി. അതൊന്നും വീഡിയോ എടുക്കാൻ പോലും പറ്റിയിട്ടില്ല. ബിക്കോസ് തണുപ്പ് കാരണം ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കുക, ഓൺ ആവുക, എന്തൊക്കെയോ ആവുന്നുണ്ടായി. ജാക്കറ്റൊന്നും ഇല്ലാണ്ട് അന്ന് രാത്രി ഫുഡൊക്കെ കഴിച്ച് എങ്ങനെയാണ് ഉറങ്ങിയതെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല. ബിക്കോസ് അത്ര നല്ല തണുപ്പുണ്ടായി. ഞാൻ വരുന്ന വഴിക്ക് നമ്മൾ ഗൈഡിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായി, ഇവിടെ വല്ല ആനിമൽസും കാണുമെന്ന്. അപ്പോൾ അവർ പറയാം, ഇല്ല ഇവിടെ വലിയ ആനിമൽസൊന്നും കാണില്ല, വല്ല ബെയറോ ലെപ്പാഡോ വന്നാലായി. ഐ വാസ് ലൈക്ക് ഇപ്പം ഇങ്ങനെ ഇരിക്കണേ. അതിനുശേഷം ഞാൻ ടെൻറ്റിൻ്റെ പുറത്ത് പോലും ഇറങ്ങിയിട്ടില്ല. പേടിയായിട്ടൊന്നുമല്ല, എന്നാലും ചെറിയൊരു ഭയം. നെക്സ്റ്റ് ഡേ മോർണിംഗ് എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് സ്നോ എല്ലാം മെൽട്ടായിട്ടുണ്ടായി. പിന്നെ സ്കിൻ കെയർ അത് മസ്റ്റാണല്ലോ. അങ്ങനെ രാവിലത്തെ കുളിയും നനയൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫുഡൊക്കെ കഴിച്ച്. ഫുഡ് പിന്നെ ആസ് യൂഷ്വൽ മാഗി. പിന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് നമ്മളിനി ദേവരൂപയിലേക്ക് പോകണം. ആക്ച്വലി ദേവരൂപ ഇതല്ല, ഇതിൻ്റെ തൊട്ട് മേലെ ആയിട്ടാണ് വരാം. ഈ കാണുന്ന സ്ഥലത്തിൻ്റെ അപ്പുറമാണ് ദേവരൂപ. പക്ഷെ അവിടെ ടെൻ്റ് അടിക്കാൻ പറ്റില്ല, കാരണം ലെപ്പാഡുണ്ട്.